ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഒരു 7 മണി 7:30 നേരത്താണ് ഞാൻ എണീക്കാറ്. അപ്പോൾ നമ്മുടെ റൂമിൽ മഴ ആണെങ്കിൽ പോലും ഫുൾ ടൈം ഫാൻ ഇടും. ആ ഫാൻ അപ്പോൾ എണീറ്റ ഉടനെ തന്നെ ഫാനൊക്കെ ഓഫ് ചെയ്ത് പിന്നെ ഫോൺ ചാർജിന് വയ്ക്കും. അതിനുശേഷം നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. നേരെ പോകുന്നത് ബ്രഷ് ചെയ്യാനാണ്. ഇത് നമ്മുടെ വീട്ടിലത്തെ പൂച്ചക്കുട്ടിയാണ്. നമ്മൾ വീട്ടിൽ വളർത്തുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് മഴയായ കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ മഴയും നോക്കിയിട്ട് വടക്കോർത്ത് വർക്ക് ഏരിയയിൽ തിണ്ടിൻ്റെ മേലെ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുക. ഇപ്പം ബ്രഷ് ചെയ്യൽ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് ഫേസ് വാഷ് ചെയ്യാനാണ്. അപ്പോൾ രാവിലെ ഞാൻ ഉപയോഗിക്കുന്നത് ചെറുപയർ പൊടിയാണ് കേട്ടോ. ചെറുപയർ പൊടിച്ചിട്ട് ഉപയോഗിക്കാനും. അപ്പോൾ ഇത് നേരത്തെ കണ്ട ആളല്ലാട്ടത് വേറെ പൂച്ചക്കുട്ടിയാണ്. ഇതും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ ആൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ വിശന്നിട്ടാണ് വന്നേക്കണത്. അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ പുട്ടായിരുന്നു. അപ്പോൾ അതിനൊരു കഷ്ണം പൊട്ടിച്ചിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ അധികമൊന്നും കഴിക്കില്ല. ആൾ കുറച്ച് കഴിച്ചിട്ട് വീണ്ടും പോകും. അതിനുശേഷം ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കഷ്ണം പുട്ട് ഞാൻ അധികം കഴിക്കില്ല. അപ്പോൾ ഒരു കഷ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ പുട്ടും പപ്പടും ആണ് കഴിക്കാറുള്ളത്. കറി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുട്ടും പപ്പടും പിന്നെ അതിൻ്റെ കൂടെ കട്ടൻ ചായ ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് പാത്രങ്ങൾ കഴുകി. അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ചായ കുടിച്ച പാത്രങ്ങൾ മാത്രമായിരുന്നു കഴുകാനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴുകി വെച്ചു. പിന്നെയുള്ളത് ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു ചെടിയാണ്. ഇൻഡോർ പ്ലാന്റ് ഒന്നുമല്ല, പക്ഷേ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു പാത്രമല്ല, ഒരു ചെടിച്ചട്ടിയിൽ ഇട്ട് വെച്ച് വെക്കുകയാണത്. ഇത് ഇന്നലെ വെച്ച ചെമ്മീൻ കറിയാണ് കേട്ടോ, തേങ്ങ അരച്ച് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മാർത്തിക്കൊക്കെ ഒന്ന് പോയി. അപ്പോഴാണ് നല്ല മഴക്കാറുണ്ട്, നല്ല ആകാശമൊക്കെ നന്നായിട്ട് ഇരുണ്ടിട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാൻ പുതിയതായിട്ടൊരു ബുക്ക് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ശ്രീരാമൻ്റെ കഥകൾ ആണ് ബുക്കിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് അടുത്തതൊരു പണി എന്ന് പറയുന്നത് ഇത് വെള്ളം ഒഴുകണ ഒരു ചാലാണ്. അതായത് സൈഡിൽ നിന്നുള്ള ടെറസിൽ നിന്നൊക്കെ ഉള്ള വെള്ളം ഒഴുകണ ഒരു ചാലാണ്. അത് വെള്ളം വന്നിട്ട് മണ്ണ് നിറഞ്ഞു. അപ്പോൾ ഈ വെള്ളമൊക്കെ വന്നിട്ട് നമ്മുടെ മുറ്റത്ത് കൂടെയാണ് ഇപ്പോൾ ഒഴുകി പോണത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ പോവാണ്. അതിനുശേഷം ഞാൻ വേഗം പോയിട്ട് എൻ്റെ കാലുകളൊക്കെ കഴുകി. കാരണം ചെളിയിൽ നടന്നതുകൊണ്ട് കാലിൻ്റെ ഇട പൊട്ടാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം പോയിട്ട് കാലൊക്കെ കഴുകി. പിന്നെ ഇത് കുറച്ച് ചെടികളുണ്ട് കേട്ടോ. ഈ പൈപ്പിൻ്റെ അപ്പുറത്ത് കുറച്ച് ചെടികളുണ്ട്. അത് അധികം പൂക്കളൊന്നും ഉണ്ടാവുന്നില്ല. ഇലച്ചെടികളാണ് കൂടുതലും. അപ്പോൾ ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ പണി എന്ന് പറയുന്നത് അടിച്ചൊരു തുടക്കയിൽ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ധാരാളം ചെളി ഉണ്ടാവും, കരടൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ അടിച്ചോരി കഴിഞ്ഞിട്ടുള്ള കരടും വേസ്റ്റൊക്കെ നമ്മൾ ഒരു വേസ്റ്റ് ബിന്നിലാക്കിയിട്ട് കൊണ്ട് കളയാനും ചെയ്യാറ്. അപ്പോൾ അത് ചെയ്യട്ടെ. കറ്റാർവാഴ നട്ടിട്ടുണ്ടായിരുന്നു. 2 തൈയാണ്. കുറച്ച് മാസം മുന്നെയാണ് അത് നട്ടത്. അവിടേക്ക് പോയി. പക്ഷേ അപ്പോഴാണ് കണ്ടത് അത് നന്നായി ചീഞ്ഞിരിക്കുന്നത്. കാരണം മഴ പെയ്തിട്ട് വെള്ളം നന്നായിട്ട് വീണായിരുന്നു. അത് കാരണം അതിൻ്റെ ലീവ്സൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് അടർന്ന് പോകൽ തുടങ്ങി. തൊട്ടിട്ടുണ്ടെങ്കിൽ പോരും എന്നുള്ളൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ 2 വെച്ചിട്ടുണ്ടായിരുന്നത്. മറ്റേതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് റീപ്ലാന്റേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ അത് രണ്ടും നശിച്ചു പോകും. ആക്ച്വലി കറ്റാർവാഴ നമ്മുടെ ഫേസിനും ഹെയറിനും നല്ലതാണ്. ഫേസിന് എനിക്ക് അലർജി ആയ കാരണം തേക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഹെയറിൽ മാസ്ക് ഒക്കെ ഇട്ട് നമുക്കത് ഉപയോഗിക്കാം. ഇത് മീൻകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ചെടികളുടെ ഇടയിൽ തന്നെ ഒരു കുഞ്ഞൊരു കൂജുണ്ട്. ആ കൂജയിലാണ് മീൻകുട്ടികളെ ആക്കി വെച്ചിരിക്കുന്നത്. ഇതാണത്. ഇത് വേറൊരു ചെടിയാണ് കേട്ടോ. ഈ ഒരു ചെടിയുടെ മേലെ മാത്രമേ പൂവ് ഉണ്ടാവണുള്ളൂ. ബാക്കിയൊക്കെ ഇലച്ചെടികളാണ്. ഇതൊക്കെ ഇലച്ചെടികൾ. ഈ സൈഡിൽ നിൽക്കുന്നതൊക്കെ ഇലച്ചെടികളാണ്. ഇത് നമ്മൾ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ടുള്ള ചെടിയുടെ ബാക്കിയാണത്. അതിനുശേഷം ഞാൻ വന്നിട്ട് ബാക്കി പണി ഉണ്ടായിരുന്നു. അതായത് തുടക്കൽ അവിടെ പെൻഡിങ് ആയിരുന്നു. അപ്പോൾ അത് ചെയ്ത്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ തുടക്കുന്നത് ഫാൻ ഇട്ടില്ലെങ്കിൽ അത് ഉണങ്ങില്ല. അതിനുശേഷം ഞാൻ വാഷ് ബേസിനാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകുകയാണ്. അത് സ്പ്രേ ചെയ്യണ സംഭവം നമ്മുടെ ഹാൻഡ് വാഷാണ്. അത് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കഴുകുന്നേ ഉള്ളൂ. ഇത് വേറെ അല്ല, ഇത് നമ്മൾ രാവിലെ കണ്ട പൂച്ചക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുകയാണ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ വെച്ചത്. ചോറ് അടുപ്പിൻ്റെ മേലാണ്. ചോറ് മാത്രം അടുപ്പിൻ്റെ മേലാണ് വെക്കാറ്. അപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ വെള്ളം തിളയ്ക്കണേ ഉള്ളൂ അരി ഇടാനായിട്ട്.
ഇത് ഞാൻ രാവിലെ ഒരു ശാല ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതാണത്. അപ്പോൾ മഴ പെയ്യുണ്ടായിരുന്നു, അപ്പോൾ കറക്റ്റ് വെള്ളം ആ ശാലയിൽ കൂടെ തന്നെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ വെള്ളമൊക്കെ മുറ്റത്ത് കൂടെ വന്നിട്ട് മുറ്റത്ത് കൂടെയാണ് ഒഴുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ടെറസിൻ്റെ മേലേക്കൊന്ന് പോയി. വെള്ളം നന്നായിട്ട് കെട്ടി നിന്നിരുന്നു കേട്ടോ ഒഴുക്കാണ്ട്. അപ്പോൾ നല്ല വഴുക്കലുണ്ടായിരുന്നു മേലെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പിടിച്ചിട്ട് നടന്നില്ലെങ്കിൽ നല്ല രീതിക്ക് വഴിക്ക് പോകുന്ന സ്ഥിതിയിലായിരുന്നു. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളാണ്, നിറയെ മരങ്ങളൊക്കെയാണുള്ളത്. നല്ല മഴ വരുന്നുണ്ട്. ഒരു മഴ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, വീണ്ടും മഴയ്ക്കുള്ളൊരിതാണത്. ഞാൻ ഈ പിടിച്ച് പോകുന്നത് ഒരു കാര്യം എടുക്കാനാണ്. കാരണം ഞാൻ ടെറസിൻ്റെ മേലേക്ക് വന്നേക്കണത് ഒരു സ്റ്റിക്ക്, അത് നമ്മൾ ഈ വെള്ളം കറക്റ്റായിട്ട് ആ ഹോളിൽ കൂടെ പൈപ്പിൽ കൂടെ ഇറങ്ങി പോകുന്നില്ല. അപ്പോൾ വെള്ളം അവിടെ കെട്ടി നിൽക്കണ കാരണം നന്നായിട്ട് വഴുക്കി പോവുക. അപ്പോൾ ഈ ഒരു കോല് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഹോളുണ്ട്, വെള്ളം ഒഴുകി പോണ ഹോള്, അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം കറക്റ്റായിട്ട് ഹോളിൽ കൂടെ പൊക്കോളും. വേഗം ടെറസിൻ്റെ മേലെ നിന്ന് ഇറങ്ങി, കാരണം നല്ല വഴുക്കലുണ്ട്. അപ്പോൾ അവിടെ അധികം നേരം നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വഴുക്കി വീഴും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കറക്റ്റ് ആക്കിയിട്ടുള്ളതില്ലേ ആ ഹോള്, അതാണ് ആ പൈപ്പാണത്. അപ്പോൾ നല്ല രീതിക്ക് നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം വരും. അപ്പോൾ അമ്മ അവിടെ നിന്നിട്ട് ചീര പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ളതാണ് ചീര. അപ്പോൾ അത് ഉച്ചയ്ക്ക് ഉപ്പേരി വെക്കാനാണ്. അതിൻ്റെ മേലെ ചെറിയ കുത്തുകളൊക്കെ ഉണ്ട്. പുഴുക്കളാണോ ഇനി വേറെ എന്തെങ്കിലും ജന്തുക്കളാണോ എന്നറിയില്ല. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും അതിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചു. ഇത് ചുവന്നുള്ളിയാണ് കേട്ടോ. അത് ചീരുപ്പേരിക്ക് വേണ്ടിയിട്ടാണ് ഈ ചുവന്നുള്ളി ഇടിക്കണത്. ഇവിടെ ചതച്ചിട്ടാണ് ഉപ്പേരി എന്നാണ് പറയുക. അപ്പോൾ ചതച്ചിട്ടാണ് ഉപ്പേരിക്കൊക്കെ ഇത് ഉപയോഗിക്കുക. ഇവിടെ ചട്ടിക്ക് ആദ്യം ഓയിൽ ഒഴിച്ചിട്ട് ചതച്ച് നമ്മളുടെ ചുവന്നുള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കും. അതിന് ശേഷം അതൊന്ന് മൂക്കണ വരെ, അതായത് ജസ്റ്റ് മുളക് പൊടി, ഇപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കണത്. അതിൻ്റെ ഒരു പച്ചക്കുത്തൊന്ന് മാറണം. അതിന് ശേഷമാണ് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡിന് ഉണ്ടായിരുന്നത് ഇന്നലത്തെ ചെമ്മീൻ കറിയും പിന്നെ ഇപ്പം ഉണ്ടാക്കിയ ചീരയും പപ്പടമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലാത്തത് കൊണ്ട് വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പോൾ ഒരു ഉച്ച വരെ ഉള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ.